നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിച്ച പ്രധാനമന്ത്രി. ഇന്ത്യൻ കപ്പലുകളുടെ സുരക്ഷയ്ക്ക് കൂടുതൽ പടക്കപ്പലുകൾ വിന്യസിക്കാൻ നാവികസേന. ക്രൂഡ് ഓയിൽ പ്രതിസന്ധി കാരണം ഇന്ധനവില കൂട്ടി നയാര എനർജി. ഹോർമൂസ് കടലിടുക്ക് നിയന്ത്രിക്കുന്ന ഇറാൻ നാവികസേന കമാൻഡർ അലിറേസ തങ്സിരിയെ വധിച്ചെന്ന് ഇസ്രായേൽ. സ്ഥിരീകരിക്കാതെ IRGC. ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ ഇറാന്റെ സർവനാശമെന്ന് ഡൊണാൾഡ് ട്രംപ്. അബുദാബിയിൽ ഇറാന്റെ ആക്രമണം. മിസൈൽ അവശിഷ്ടം വീണ ഒരു ഇന്ത്യക്കാരനടക്കം 2 പേർ മരിച്ചു. ഇറാന്റെ തുടർച്ചയായ ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി സൗദി അറേബ്യ രംഗത്ത്. പ്രകോപനങ്ങൾ തുടർന്നാൽ ഇറാൻ അന്താരാഷ്ട്ര തലത്തിൽ വലിയ രാഷ്ട്രീയ വില നൽകേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ്. GCC രാജ്യങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ നീക്കങ്ങളെ കടുത്ത ഭാഷയിൽ അപലപിച്ചു. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 890 സ്ഥാനാർത്ഥികൾ. G. സുധാകരന്റെ ചിഹ്നം തെങ്ങിൻ തോപ്പ്. KK രമയ്ക്ക് ടെലിവിഷൻ. AK ശശീന്ദ്രന് ക്ലോക്ക് കിട്ടിയില്ല. അജിത് പവാർ വിഭാഗം സ്ഥാനാർത്ഥിക്ക് ചിഹ്നം ക്ലോക്ക്. കുട്ടനാട്ടിലും തൃശൂരിലും കോൺഗ്രസ് വിമതർ പിന്മാറി. മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് SDPI. തിരുവനന്തപുരം സെൻട്രലിൽ CP ജോണിന്റെ അപരൻ പിന്മാറി. PK ശശിക്ക് അപരനായി ശശി PK രംഗത്ത്. PV അൻവറിന് 4 അപരന്മാർ. ഡീൽ ആരോപണങ്ങളിൽ പോര് തുടർന്ന പിണറായിയും VD സതീശനും. ഗോൾവാൾക്കറെ വണങ്ങി വിളക്ക് കൊളുത്തിയത് ഏത് ഡീലെന്ന് ഫോട്ടോ പങ്കുവച്ച് പിണറായി. 2006 പറവൂരിലെ ഡീൽ വ്യക്തമാക്കണമെന്നും ഫേസ്ബുക്കിലൂടെ ചോദ്യം. പിണറായി ലക്ഷണമൊത്ത RSS ഏജന്റെന്ന് തിരിച്ചടിച്ച VD സതീശൻ. RSS നേതാക്കളുമായി ഹോട്ടലിൽ ചർച്ച നടത്തിയത് പിണറായി എന്നും ആരോപണം. ക്രിക്കറ്റ് ആവേശം വീണ്ടും തലസ്ഥാനത്തേക്ക്. സെപ്റ്റംബറിൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് പരമ്പരയിലെ ആദ്യ ഏകദിനം കാര്യവട്ടം സ്റ്റേഡിയത്തിൽ നടത്തുമെന്ന് BCCI. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാളെ വീഡിയോ കോൺഫറൻസിലൂടെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരുമായി സംവദിക്കും. കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാടുകളും സംസ്ഥാന തലത്തിലുള്ള തയ്യാറെടുപ്പും വിശദമായി ചർച്ച ചെയ്യും. അതേസമയം ഹോർമൂസ് കടലിടുക്കിലൂടെ കൂടുതൽ ചരക്ക് കപ്പലുകൾ എത്തിക്കാൻ ഇന്ത്യ നീക്കം തുടരുകയാണ്. പശ്ചിമേഷ്യൻ മേഖലയിൽ യുദ്ധം തുടരുന്ന പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിച്ചത്. വീഡിയോ കോൺഫറൻസിലൂടെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരുമായി സംവദിക്കും. രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ, വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ, വിദേശത്തുള്ള ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ എന്നിവ യോഗത്തിൽ പ്രധാന ചർച്ചാ വിഷയമാകും. ആഗോള പ്രതിസന്ധികൾക്കിടയിൽ ആഭ്യന്തര സ്ഥിരത ഉറപ്പാക്കുന്നതിനും അടിയന്തര സാഹചര്യം നേരിടുന്നതിനുള്ള തയ്യാറെടുപ്പുകളും യോഗം വിലയിരുത്തും. തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കില്ല. പകരം ചീഫ് സെക്രട്ടറിമാർക്കായി ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് പ്രത്യേക യോഗം ചേരും. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട ഏത് വെല്ലുവിളിയും നേരിടാൻ രാജ്യം സജ്ജമാണെന്ന് ഇന്നലെ ഡൽഹിയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ഹോർമൂസ് കടലിടുക്കിലൂടെ നാവികസേനയുടെ സുരക്ഷയിൽ കൂടുതൽ ചരക്ക് കപ്പലുകൾ എത്തിക്കാൻ നീക്കം ആരംഭിച്ചു. ഇന്ത്യ ഉൾപ്പെടെ 5 സൗഹൃദ രാജ്യങ്ങൾക്ക് ഹോർമൂസ് കടലിടുക്ക് തുറന്നുകൊടുക്കുന്നതായി ഇറാൻ അറിയിച്ചിരുന്നു. ചരക്ക് നീക്കം സുഗമമാക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റുമായി ആശയവിനിമയം നടത്തിയിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഇറാൻ നാവികസേനാ കമാൻഡറും ഹോർമൂസ് കടലിടുക്കിലെ നിയന്ത്രണങ്ങളുടെ ബുദ്ധികേന്ദ്രവുമായ അലിറേസ തങ്സിരി കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രായേൽ. അതേസമയം ലോകത്തിനാകെ സാമ്പത്തിക പ്രഹരമേൽപ്പിച്ച ഹോർമൂസ് കടലിടുക്ക് നിയന്ത്രണത്തിലാക്കുക എന്ന തന്ത്രം മെനഞ്ഞ തങ്സിരിയുടെ മരണം ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സോ ഇറാൻ ഭരണകൂടമോ സ്ഥിരീകരിച്ചിട്ടില്ല. അലിറേസ തങ്സിരി വധം ഹോർമൂസ് പിടിച്ചെടുക്കാനുള്ള അമേരിക്ക ഇസ്രായേൽ നീക്കങ്ങൾക്ക് മുന്നോടിയായിട്ടെന്നാണ് വിലയിരുത്തൽ. 2018 ഓഗസ്റ്റ് മുതൽ IRGC നാവികസേനയുടെ കമാൻഡറായിരുന്നു തങ്സിരി. ഗൾഫിലെ പ്രത്യേകിച്ച് ഹോർമൂസ് കടലിടുക്കിന് ചുറ്റുമുള്ള ഇറാന്റെ നടപടികളിൽ നിർണായക പങ്കും തങ്സിരിയുടേതാണ്. ഫെബ്രുവരി 28 മുതൽ US-ഉം ഇസ്രായേലും നടത്തിയ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട ഇറാന്റെ രാഷ്ട്രീയ സൈനിക ഉന്നതരുടെ പട്ടികയിൽ ഇതോടെ ഇടം പിടിക്കുകയാണ് തങ്സിരിയും. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം പൂർണ്ണമായും കൈപ്പിടിയിൽ ഒതുക്കുന്നതിൽ നിർണായക പങ്കാണ് അലിറേസ തങ്സിരി വഹിച്ചത്.
തങ്സിരിയുടെ വധം ഇറാനെ സംബന്ധിച്ചിടത്തോളം കനത്ത പ്രഹരമാണ്. എന്നാൽ തങ്സിരിയുടെ മരണം സംബന്ധിച്ച് ഇറാനോ ഇസ്രായേൽ സൈന്യമോ ഇതുവരെ ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല. അതേസമയം യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളോടുള്ള ഇറാന്റെ നിസ്സംഗത കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുമെന്ന മുന്നറിയിപ്പും ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് നൽകുന്നുണ്ട്. തങ്ങളുമായി ചർച്ച നടത്തുന്നുവെന്ന് വെളിപ്പെടുത്തിയാൽ ജനത തന്നെ ഇറാൻ ഭരണകൂടത്തെ ഇല്ലാതാക്കുമെന്ന് ഭയമാണെന്നും ട്രംപ് ആരോപിക്കുന്നു. അതേസമയം അമേരിക്കയുടെ 15 സമാധാന നിർദ്ദേശങ്ങൾ അംഗീകരിക്കില്ലെന്ന് വെളിപ്പെടുത്തിയ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാൻ 5 നിബന്ധനകൾ പുറത്തിറക്കി. ഇറാന് മേലുള്ള ആക്രമണം പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്നും ഹോർമൂസ് കടലിടുക്കിലുള്ള ഇറാന്റെ പരമാധികാരം നിലനിർത്തണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് ഇറാൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. കൂടാതെ ഇറാൻ ഹോർമൂസിന്റെ അധികാരം സ്ഥാപിക്കാനുള്ള നിയമം പാസാക്കാൻ ഒരുങ്ങുന്നതായും വിവരമുണ്ട്. ഹോർമൂസിലൂടെ പോകുന്ന കപ്പലുകളിൽ നിന്നും ടോൾ പിരിക്കാനുള്ള അനുവാദം നൽകുന്ന നിയമത്തിന്റെ കരട് തയ്യാറാക്കിയതായും ഉടൻ നിയമമാകുമെന്നും പാർലമെന്റിന്റെ സിവിൽ അഫയേഴ്സ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞതായി ഇറാൻ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനിലും ലബനോണിലും ഇസ്രായേലിന്റെ കനത്ത ആക്രമണവും തുടരുകയാണ്. ഗൾഫ് മേഖലയിലേക്ക് ഇറാന്റെ ആക്രമണം തുടരുന്നു. അബുദാബിയിൽ പ്രതിരോധിച്ച മിസൈൽ അവശിഷ്ടം പതിച്ച് 2 പേർക്ക് ജീവൻ നഷ്ടമായി. 3 പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. മരിച്ചവരിൽ ഒരാൾ ഇന്ത്യക്കാരനും ഒരാൾ പാകിസ്ഥാൻ സ്വദേശിയുമാണ്. ന്യൂസ് ഡെസ്ക് അമൃത TV. മേഖലയിൽ ഇറാന്റെ തുടർച്ചയായ ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി സൗദി അറേബ്യ രംഗത്ത് വന്നു. ഇത്തരം പ്രകോപനങ്ങൾ തുടർന്നാൽ ഇറാൻ അന്താരാഷ്ട്ര തലത്തിൽ വലിയ രാഷ്ട്രീയ വില നൽകേണ്ടി വരുമെന്ന് ഐക്യരാഷ്ട്രസഭയിലെ സൗദി അറേബ്യയുടെ സ്ഥിരം പ്രതിനിധി അബ്ദുൽ മുഹ്സിൻ ബിൻ ഖതീല പ്രസ്താവിച്ചു. നിലവിലെ സംഘർഷങ്ങളിൽ കക്ഷികളല്ലാത്ത ജോർദാൻ, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള GCC രാജ്യങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ നീക്കങ്ങളെ അദ്ദേഹം കടുത്ത ഭാഷയിൽ അപലപിച്ചു. മേഖലയിൽ നടക്കുന്ന സംഘർഷം കാരണം മടക്കയാത്ര മുടങ്ങി വിസ കാലാവധി അവസാനിച്ചവർക്ക് ഫീസുകളും പിഴകളും കൂടാതെയും വിസ ദീർഘിപ്പിക്കാതെയും രാജ്യം വിടാൻ അവസരമൊരുക്കുന്ന പദ്ധതി ആരംഭിച്ചതായി സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ നിർദ്ദേശാനുസരണമാണിത്. ഫെബ്രുവരി 25 മുതൽ കാലാവധി അവസാനിച്ച എല്ലാത്തരം വിസിറ്റ് വിസകളിലും ഉംറ വിസകളിലും ട്രാൻസിറ്റ് വിസകളിലും ഫൈനൽ എക്സിറ്റ് വിസകളിലും രാജ്യത്ത് തങ്ങുന്നവർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. ഇവർക്ക് എയർപോർട്ടുകളും കരാതിർത്തി പോസ്റ്റുകളും അടക്കമുള്ള അതിർത്തി പോസ്റ്റുകളിലൂടെ രാജ്യം വിടാവുന്നതാണ്. ഫെബ്രുവരി 25 മുതൽ കാലാവധി അവസാനിച്ച വിസിറ്റ് വിസകൾ ഏപ്രിൽ 18 വരെ ദീർഘിപ്പിക്കുവാനും അവസരമുണ്ട്. കുവൈറ്റിലെ പ്രമുഖ വ്യക്തികളെ വധിക്കാനും സുപ്രധാന കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുവാനും പദ്ധതിയിട്ട് ഭീകര ശൃംഖലയെ തകർത്ത് സ്റ്റേറ്റ് സെക്യൂരിറ്റി ഏജൻസി. നിരോധിക്കപ്പെട്ട ഹിസ്ബുള്ള സംഘടനയുമായി ബന്ധമുള്ള 5 കുവൈറ്റ് പൗരന്മാരും പൗരത്വം റദ്ദാക്കപ്പെട്ട ഒരാളും ഉൾപ്പെടെ 6 പേരെയാണ് സുരക്ഷാ സേന പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 4 പ്രതികൾ ഒളിവിലാണെന്നും ഇവർക്കായി തിരച്ചിൽ ഊർജിതമാക്കിയതായും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഒളിവിലുള്ളവരിൽ കുവൈറ്റ് പൗരന്മാരും പൗരത്വം റദ്ദാക്കപ്പെട്ട 5 പേരും 2 ഇറാനിയൻ, ലബനീസ് പൗരന്മാരും ഉൾപ്പെടുന്നുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി. മൈജി മലയാളീസ് മാൻഡേറ്റ് സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. മത്സരചിത്രം പൂർത്തിയായപ്പോൾ സംസ്ഥാനത്ത് ഇക്കുറി നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് 890 പേരാണ്. 13 പേർ മത്സരിക്കുന്ന കൊടുവള്ളിയിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളും 3 പേർ മാത്രമുള്ള മാനന്തവാടിയിൽ ഏറ്റവും കുറവ് പേരും ജനവിധി തേടുന്നു. അതേസമയം മുൻവർഷത്തെ ചിഹ്നങ്ങളും മാറിയതും പ്രതീക്ഷിച്ചിരുന്ന ചിഹ്നങ്ങൾ അനുവദിക്കാത്തതും പല പ്രമുഖർക്കും തിരിച്ചടിയായിട്ടുണ്ട്. പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയും പിൻവലിക്കാനുള്ള സമയപരിധിയും പിന്നിട്ട് അന്തിമ ചിത്രം തെളിയുമ്പോൾ ഇക്കുറി നിയമസഭയിലേക്ക് ജനവിധി തേടുന്നത് സംസ്ഥാനത്ത് 890 പേർ. വിമതരെയും അപരന്മാരെയും അനുനയിപ്പിച്ച് ഒടുവിൽ 890 എന്ന അക്കത്തിലെത്തിക്കാൻ മുന്നണികൾക്ക് കഴിഞ്ഞു. കഴിഞ്ഞ തവണ 957 പേരായിരുന്നു നിയമസഭയിലേക്ക് മത്സരിച്ചത്. 13 പേരുള്ള കൊടുവള്ളി മണ്ഡലത്തിലാണ് ഇത്തവണ ഏറ്റവും അധികം സ്ഥാനാർത്ഥികൾ. പേരാവൂർ, മഞ്ചേശ്വരം, തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ 11 സ്ഥാനാർത്ഥികൾ വീതമുണ്ട്. അതേസമയം പല പ്രമുഖർക്കും ചെറു രാഷ്ട്രീയ പാർട്ടികൾക്കും ചിഹ്നങ്ങൾ മാറിയെന്നതും ഇത്തവണ ശ്രദ്ധേയമാണ്. അമ്പലപ്പുഴയിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന G സുധാകരൻ തെങ്ങിൻതോപ്പ് ചിഹ്നത്തിലാണ് ജനവിധി തേടുന്നത്. വടകരയിൽ KK രമയ്ക്ക് ഫുട്ബോൾ ചിഹ്നം കിട്ടിയില്ല, പകരം ടെലിവിഷനാണ് അനുവദിച്ചത്. ഗോവയിലെ രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നമായതിനാൽ ഫുട്ബോൾ അനുവദിക്കാനാകില്ലെന്ന് കമ്മീഷൻ നിലപാടെടുത്തു. കോഴിക്കോട് സൗത്തിലെ LDF സ്ഥാനാർത്ഥിയായ മുൻ മന്ത്രി അഹമ്മദ് ഏവർകോവിലിനാണ് തിരിച്ചടിയായത്.
ഗ്ലാസ് ചിഹ്നമായി പോസ്റ്ററുകൾ അടിച്ച് പ്രചാരണം നേരത്തെ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. പക്ഷേ കമ്മീഷൻ ഇപ്പോൾ അനുവദിച്ചതാകട്ടെ ബക്കറ്റ് ചിഹ്നവും. എലത്തൂരിലെ ഇടത് സ്ഥാനാർത്ഥിയും മന്ത്രിയുമായ AK ശശീന്ദ്രനും തിരിച്ചടി നേരിട്ടു. കഴിഞ്ഞ 3 തവണയും ലഭിച്ച ക്ലോക്ക് ചിഹ്നം ഇക്കുറി അജിത് പവാർ വിഭാഗം സ്ഥാനാർത്ഥി PK ശശീന്ദ്രന് അനുവദിച്ചു. ബേപ്പൂരിലെ UDF സ്ഥാനാർത്ഥി PV അൻവറിന് ഗ്യാസ് സിലിണ്ടറാണ് ചിഹ്നം. പാലക്കാട്ടെ LDF സ്വതന്ത്രൻ NMR റസാക്കിന് കുടം ചിഹ്നം കിട്ടി. പയ്യന്നൂരിലെ സ്വതന്ത്രൻ V കുഞ്ഞികൃഷ്ണന് ഇലക്ട്രിക് പോസ്റ്റും തളിപ്പറമ്പിലെ സ്വതന്ത്രൻ TK ഗോവിന്ദന് ഗ്യാസ് സിലിണ്ടറുമാണ് അനുവദിച്ചത്. തിരുവനന്തപുരം സെൻട്രലിൽ UDF സ്ഥാനാർത്ഥി CP ജോണിന് കപ്പലും LDF സ്വതന്ത്രൻ സുധീർ കരമനയ്ക്ക് ക്യാമറയും ചിഹ്നമായി ലഭിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഡീൽ ആരോപണത്തിൽ പോരു തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഗോൾവാൾക്കറുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ താണുവണങ്ങി വിളക്ക് കൊളുത്തിയത് ഏത് ഡീലിന്റെ ഭാഗമായിരുന്നുവെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിൽ ചോദിച്ചു. പിണറായി ലക്ഷണമൊത്ത RSS ഏജന്റെന്ന് തിരിച്ചടിച്ച് VD സതീശൻ രംഗത്ത് വന്നു. ഇതോടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിലും ഇരുമുന്നണികളുടെയും പ്രധാന പ്രചാരണ വിഷയം ഡീൽ തന്നെയാകുമെന്ന് ഉറപ്പ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ഡീൽ വിവാദത്തിന് തിരികൊളുത്തിയത് പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവുമായിരുന്നു. പാലക്കാട് മണ്ഡലത്തിൽ CPM BJP ഡീൽ ആരോപിച്ച പ്രതിപക്ഷം തുടർന്നുള്ള ദിവസങ്ങളിൽ കൂടുതൽ മണ്ഡലങ്ങളിൽ ഈ ആരോപണം ഉന്നയിച്ചു. 2006 പറവൂരിൽ RSS നടത്തിയ ഗോൾവാൾക്കർ ജന്മശതാബ്ദി ആഘോഷ ചടങ്ങിൽ VD സതീശൻ പങ്കെടുത്ത ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിപ്പിട്ടതോടെ ഡീൽ വിവാദം കൊഴുത്തു. ഗോൾവാൾക്കറുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ താണുവണങ്ങി വിളക്ക് കൊളുത്തിയത് ഏത് ഡീലായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കണമെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിൽ ആവശ്യപ്പെട്ടു. മണിക്കൂറുകൾക്കുള്ളിൽ കടുത്ത ഭാഷയിൽ പ്രതിപക്ഷ നേതാവും ഫേസ്ബുക്കിൽ കുറിപ്പിട്ടു. ലക്ഷണമൊത്ത RSS ഏജന്റാണ് പിണറായി വിജയൻ. RSSനെ പ്രതിരോധിച്ചത് CPM ആണെന്നും അതിൽ കോൺഗ്രസിന് ഒരു പങ്കുമില്ലെന്നുമുള്ള പിണറായി വിജയന്റെ പ്രസ്താവന ചരിത്രമറിയുന്ന കേരള ജനത അവജ്ഞയോടെ തള്ളിക്കളയുമെന്നും സതീശൻ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. 1977 RSSന്റെ പിന്തുണയിൽ മത്സരിച്ച് നിയമസഭയിലെത്തിയ MLA പിണറായി വിജയനാണ്, അല്ലാതെ VD സതീശനല്ല. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരായ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങൾ ഒഴിവാക്കുന്നതിന് പകരം BJP സംസ്ഥാന അധ്യക്ഷൻ പ്രതിയാകേണ്ടിയിരുന്ന കൊടകര കുഴൽപ്പണക്കേസ് അട്ടിമറിച്ചത് പിണറായി വിജയനാണ്. സംഘപരിവാറിനെതിരായ കോൺഗ്രസിന്റെ പോരാട്ടത്തിന് പിണറായി വിജയന്റെ സ്റ്റഡി ക്ലാസ് വേണ്ടെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ സതീശൻ വ്യക്തമാക്കി. ഡീൽ ആരോപണം ഇരുവിഭാഗവും ശക്തമായി ഉന്നയിക്കുന്ന പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിലും പ്രചാരണ രംഗത്ത് ഡീൽ പ്രധാന ചർച്ചാ വിഷയമാകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ UDF സമ്മർദ്ദത്തെ തുടർന്ന് SDPI സ്ഥാനാർത്ഥി KM അഷ്റഫ് സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചു. മണ്ഡലത്തിൽ BJP വിജയിക്കുമെന്ന കണക്കുകൂട്ടലാണ് സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ കാരണമായത്. അതേസമയം SDPI സ്ഥാനാർത്ഥിയുടെ പത്രിക നേതൃത്വം പിൻവലിച്ചത് വരും ദിവസങ്ങളിൽ SDPയിലെ പൊട്ടിത്തെറികൾക്ക് ഇടയാക്കുമെന്നാണ് വിലയിരുത്തൽ. PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള UDF ഉന്നത നേതാക്കളുടെ സമ്മർദ്ദത്തെ തുടർന്ന് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടത്തിയ ചർച്ചകളുടെ തുടർച്ചയായി SDPI സംസ്ഥാന പ്രസിഡന്റ് ലത്തീഫ് നേരിട്ട് മഞ്ചേശ്വരം ഉപ്പളയിലെത്തി സ്ഥാനാർത്ഥി KM അഷ്റഫിനോട് പത്രിക പിൻവലിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ SDPI പിന്തുണയോടെ മത്സരിച്ച ലീഗ് MLA KM അഷ്റഫ് വിജയിച്ചത് 745 വോട്ടുകൾക്കാണ്. ഇത്തവണ SDPI ലീഗിനെതിരെ മത്സരത്തിനിറങ്ങിയതോടെ മണ്ഡലത്തിലെ പോരാട്ട ചിത്രം മാറാൻ തുടങ്ങിയിരുന്നു. കാര്യങ്ങൾ BJP സ്ഥാനാർത്ഥി K സുരേന്ദ്രന്റെ വിജയത്തിന് വഴിതുറക്കുമെന്ന് വ്യക്തമായി. ഇതോടെ SDPIക്ക് മേൽ UDF സമ്മർദ്ദം ഉയരുകയായിരുന്നു. പത്രിക പിൻവലിച്ച KM അഷ്റഫ് SDPI ജില്ലാ ഭാരവാഹിത്വം ഉൾപ്പെടെ രാജിവെച്ചതായി മാധ്യമങ്ങളോട് പറഞ്ഞു. പിന്നെ പാർട്ടിയുടെ ജില്ലാ ഉത്തരവാദിത്തത്തിൽ നിന്ന് രാജിവെച്ചിരുന്നു. എല്ലാ ഉത്തരവാദിത്തത്തിൽ നിന്നും ഞാൻ രാജിവെച്ചിരുന്നു. അതേസമയം VD സതീശനെ പരിഹസിച്ച് BJP സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ രംഗത്തെത്തി. SDPI വോട്ട് വേണ്ടെന്ന് പരസ്യമായി പറഞ്ഞയാളാണ് VD സതീശൻ എന്ന് K സുരേന്ദ്രൻ പ്രതികരിച്ചു. VD സതീശന്റെ നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി അല്ലെങ്കിൽ മഞ്ചേശ്വരത്ത് SDPയുടെ പിന്തുണ വേണ്ടെന്ന് പറയാൻ അദ്ദേഹത്തിന് ഇപ്പൊ പറ്റുമോ? UDF നേതാക്കളുടെ സമ്മർദ്ദങ്ങളുടെ അടിസ്ഥാനത്തിൽ SDPI സ്ഥാനാർത്ഥിയുടെ പത്രിക പിൻവലിച്ചത് മഞ്ചേശ്വരത്ത് SDPIയിൽ വലിയ പൊട്ടിത്തെറികൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. അമൃത ന്യൂസ്, കാസർഗോഡ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത്. കണ്ടാലും കൊണ്ടാലും പഠിക്കാത്തയാളാണ് രാഹുൽ ഗാന്ധിയെന്നും ഇത്രമാത്രം അധപതനം കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവിനുണ്ടാകുമോ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. സർക്കാരുകൾ മാറി മാറി ഭരിക്കുന്നത് നാടിന്റെ പുരോഗതിയുടെ താളം തെറ്റിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാഹുൽ ഗാന്ധി ഈ ഒരു അഖിലേന്ത്യാ നേതാവാണല്ലോ.
പക്ഷേ സാധാരണ പ്രാദേശിക നേതാവിൻ്റെ പ്രാദേശിക പ്രവർത്തകൻ്റെ കാര്യവിവരം പോലും ഇല്ല എന്നാണ് വസ്തുത. ഒരു കാര്യവും നേരെ ചൊവ്വേ മനസ്സിലാക്കാൻ തയ്യാറാകില്ല. പിന്നെ കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല. അതൊന്നും ഒരു രാഷ്ട്രീയ നേതാവിന് ചേർന്ന ഗുണമല്ല. ഇത്രമാത്രം അധപ്പതനം എങ്ങനെയാണ് കോൺഗ്രസ്സുകാരാകെ സർവാദരണീയനായ നേതാവെന്ന് കാണുന്ന ഒരു നേതാവിനുണ്ടാകുന്നത് എന്ന് ഒരു തരത്തിലും മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യമാണ്. ജനപിന്തുണ ഉള്ളതുകൊണ്ടാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് രാഹുൽ ഗാന്ധി ഇരിക്കുന്നതെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി. ഒളിക്കാനും മറയ്ക്കാനും ചിലതുള്ളതുകൊണ്ടാണ് മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും രാഹുൽ ഗാന്ധിക്കെതിരെ പറയുന്നത്. രാജ്യത്ത് ബി.ജെ.പി പ്രതിരോധിക്കുന്നതിൽ നമ്പർ 1 രാഹുൽ ഗാന്ധിയാണ്. ഈ തെരഞ്ഞെടുപ്പിലെ അടവ് പാളിയെന്ന് ഇടതുമുന്നണിക്ക് മനസ്സിലായെന്നും കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു. ദേശീയ തലത്തില് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായി അംഗീകാരം ലഭിച്ച ആളാണ് രാഹുൽ ഗാന്ധി. അതിനുള്ള ജനപിന്തുണ ആ രാഹുൽ ഗാന്ധിക്ക് ഉള്ളതുകൊണ്ടാണ് പാർലമെന്റിൽ അദ്ദേഹം ബി.ജെ.പിയെ നഖശിഖാന്തം എതിർത്തുകൊണ്ട് അവിടെ ഇരിക്കുന്നത്. അതറിയാവുന്ന ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. യു പ്രതിഭയ്ക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ കേസെടുത്ത പോലീസ്. UDF നേതാവായിരുന്ന A. ഇർഷാദിനെതിരെയാണ് കായംകുളം പോലീസ് കേസെടുത്തത്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, നവമാധ്യമങ്ങൾ വഴി അശ്ലീല ഉള്ളടക്കം പ്രചരിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ഇർഷാദിനെതിരെ ചുമത്തിയിരിക്കുന്നത്. അശ്ലീല ഉള്ളടക്കം പ്രചരിപ്പിച്ചതിന് IT നിയമവും ചുമത്തിയിട്ടുണ്ട്. യു പ്രതിഭയ്ക്കെതിരെ വ്യക്തിഹത്യയും ആക്ഷേപകരവുമായ പരാമർശം നടത്തിയ സംഭവത്തിൽ മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടറാണ് കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയത്. സ്ത്രീകളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തൽ, തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അടിസ്ഥാനരഹിതമായ പ്രസ്താവന നടത്തൽ, തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുന്ന വിധത്തിലുള്ള തെറ്റായ പ്രസ്താവന നടത്തൽ, അപകീർത്തിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ഉൾപ്പെടുത്തി കേസെടുക്കാനാണ് കളക്ടർ കായംകുളം പോലീസിന് നിർദ്ദേശം നൽകിയത്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, നവമാധ്യമങ്ങൾ വഴി അശ്ലീല ഉള്ളടക്കം പ്രചരിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് നിലവിൽ ഇർഷാദിനെതിരെ കേസെടുത്തിരിക്കുന്നത്. അശ്ലീല ഉള്ളടക്കം പ്രചരിപ്പിച്ചതിന് IT നിയമവും ചുമത്തിയിട്ടുണ്ട്. നേരത്തെ പ്രതിഭയുടെ പരാതിയിൽ അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഇത് സംബന്ധിച്ച് വന്ന മാധ്യമ വാർത്തകളും സാമൂഹിക മാധ്യമ പോസ്റ്റുകളും മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി പരിശോധിച്ച് മാതൃകാ പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച ജില്ലാതല കമ്മിറ്റിക്ക് കൈമാറുകയും സ്ക്രീനിംഗ് കമ്മിറ്റി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് തീരുമാനമെടുക്കുകയുമായിരുന്നു. അതേസമയം ഇരു മുന്നണികളും ഈ വിഷയത്തെ പ്രചരണായുധമാക്കി മാറ്റുകയാണ്. പ്രതിഭ പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങൾ LDF പ്രചരണായുധമാക്കുമ്പോൾ മുൻപ് മാധ്യമപ്രവർത്തകയെ ആക്ഷേപിച്ച പ്രതിഭയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ദൃശ്യങ്ങളാണ് UDFന്റെ പ്രചരണായുധം. സൈബർ അധിക്ഷേപം ഇനിയും തുടർന്നാൽ വീണ്ടും നിയമ നടപടി സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് യു പ്രതിഭ. അമൃത ന്യൂസ്, ആലപ്പുഴ. യു പ്രതിഭയ്ക്കെതിരായ വ്യക്തിഹത്യ മനോവൈകൃതമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വ്യക്തികളുടെ അന്തസ്സ് പാലിച്ചുകൊണ്ട് വിമർശനങ്ങൾ ഉന്നയിക്കാൻ ശ്രദ്ധിക്കണം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവ് വേണുഗോപാൽ അടക്കം ഇരിക്കുന്ന വേദിയിൽ വെച്ചാണ് അങ്ങേയറ്റം തെറ്റായ വിമർശനം ഉന്നയിച്ചത്. ഒരു സഹോദരിക്കെതിരെ എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു പരാമർശം നടത്താൻ സാധിക്കുന്നതെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. വല്ലാത്ത പ്രശ്നമാണ് നമ്മുടെ നാട്ടിൽ. നമ്മൾ എപ്പോഴും വ്യക്തികളുടെ അന്തസ്സ് പാലിച്ചുകൊണ്ട് വിമർശനങ്ങൾ ഉന്നയിക്കാൻ ശ്രദ്ധിക്കണം. കഴിയാവുന്നത്ര എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പക്ഷെ ഇവിടെ അങ്ങേയറ്റം തെറ്റായ സമീപനമാണ് ഇപ്പോൾ പരാമർശിച്ച കായംകുളത്തിൻ്റെ കാര്യത്തിലുണ്ടായത്. അത് എല്ലാവരും ഇരിക്കുന്ന കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവ് വേണുഗോപാലടക്കം ഇരിക്കുന്ന വേദിയിലാണ്. ശബരിമല കൊടിമര പുനരുദ്ധാരണത്തിൽ യാതൊരു അഴിമതിയും കണ്ടെത്താനായില്ലെന്ന് വിജിലൻസ് ഹൈക്കോടതിയിൽ. കൊടിമര കേസ് കോടതി തീർപ്പാക്കി. സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം പൂർത്തിയാക്കാൻ SITക്ക് കൂടുതൽ സാവകാശം നൽകി. ശബരിമലയിൽ കൊടിമരം പുനരുദ്ധാരണം നടത്തിയതിൽ അഴിമതി നടന്നോ എന്ന അന്വേഷണത്തിന് വ്യക്തമായ ഉത്തരം നൽകാൻ ദേവസ്വം വിജിലൻസിനായി സ്വർണവും പണവും സംഭാവന ചെയ്തവരെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും വിജിലൻസ് നേരിട്ട് കണ്ട് മൊഴിയെടുത്തു. ലഭിച്ച 412 ഗ്രാം സ്വർണവും കൊടിമരം, വാജിവാഹനം, അഷ്ടദിക്പാലകർ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് പൂർണ്ണമായും ഉപയോഗിച്ചുവെന്ന് വിജിലൻസ് കണ്ടെത്തി.
സ്വർണം സംഭാവന നൽകിയ സിനിമാ താരങ്ങൾ ഉൾപ്പെടെ 23 പേരുടെ മൊഴിയാണ് വിജിലൻസ് ശേഖരിച്ചത്. മോഹൻലാൽ, സുരേഷ് ഗോപി, പ്രിയദർശൻ, രഞ്ജി പണിക്കർ, ഷാജി കൈലാസ് എന്നിവരടക്കം 27 പേരാണ് സ്വർണം സംഭാവന ചെയ്തത്. 4 പേരെ കണ്ടെത്താനായില്ലെന്നും വിജിലൻസ് റിപ്പോർട്ട് ചെയ്തു. അതോടെ കൊടിമര കേസ് ഹൈക്കോടതി തീർപ്പാക്കി. UDF ഭരണകാലത്തും ശബരിമലയിൽ ക്രമക്കേട് നടന്നുവെന്ന രാഷ്ട്രീയ ആരോപണത്തിന് ശക്തമായ തിരിച്ചടിയാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. സ്വർണ്ണക്കൊള്ളക്കേസിലെ ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിക്കുവാൻ വൈകുമെന്നും ഏപ്രിൽ അവസാന വാരം പ്രതീക്ഷിക്കുന്നുവെന്നുമാണ് SIT കോടതിയെ അറിയിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥർ നേരിട്ട് ഹാജരായി കോടതിയോട് കുറ്റപത്രം ഫയൽ ചെയ്യാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടു. ശാസ്ത്രീയ പരിശോധനാ ഫലം വൈകും എന്നതുകൊണ്ടും ഏപ്രിൽ 10 മുതൽ കോടതികൾ അവധിയായതുകൊണ്ടും സ്വർണ്ണക്കൊള്ളക്കേസ് മെയ് 18 മാറ്റി. അമൃത ന്യൂസ്, കൊച്ചി. UDF അധികാരത്തിൽ വന്നാൽ സ്വർണം കട്ടവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുമെന്ന് രമേശ് ചെന്നിത്തല. അയ്യപ്പനോട് കളിക്കുന്നവർ സൂക്ഷിച്ചു വേണമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങളെ കബളിപ്പിച്ച ഒരു ഗവൺമെന്റാണ്. ആചാരം ലംഘിച്ചുകൊണ്ട് യുവതികളെ കയറ്റി ശബരിമലയുടെ പരിശുദ്ധി നശിപ്പിച്ചവരാണിവർ. അയ്യപ്പന്റെ സ്വർണം കട്ട ആളുകളെ വെറുതെ വിട്ടവരാണിവർ. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, ഒരു UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ടവരെ മുഴുവൻ ശിക്ഷിച്ച് അവർക്ക് നിയമപരമായ നടപടികൾ അവരെ പേരിൽ സ്വീകരിക്കുമെന്ന്. ചുട്ടുപൊള്ളുകയാണ് സംസ്ഥാനം. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുന്നു. പാലക്കാട്, കോട്ടയം, കൊല്ലം ജില്ലകളിൽ താപനില 38 ഡിഗ്രിക്ക് മുകളിലാണ്. ചരിത്രത്തിൽ ആദ്യമായി വൈകുന്നേരത്തെ വൈദ്യുതി ഉപഭോഗം 5802 മെഗാവാട്ടായി ഉയർന്നു. അതേസമയം നാളെ ഏതാനും ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. സംസ്ഥാനത്ത് തുടർച്ചയായി താപനില ഉയർന്നു തന്നെ നിൽക്കുകയാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 12 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. വയനാട്, ഇടുക്കി ജില്ലകളിൽ മാത്രമാണ് ജാഗ്രതാ നിർദ്ദേശമില്ലാത്തത്. ഈ 2 ജില്ലകളിലും 34 ഡിഗ്രിയാണ് താപനില. മറ്റ് ജില്ലകളിൽ 36 മുതൽ 38 ഡിഗ്രി വരെയാണ് താപനില ഉള്ളത്. നിലവിൽ പാലക്കാട്, കോട്ടയം, കൊല്ലം ജില്ലകളിലാണ് 38 ഡിഗ്രി താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ജില്ലകളിൽ ഇതേ താപനില ഒരു ദിവസം കൂടി തുടരും. തിരുവനന്തപുരം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ സാധാരണ നിലയിൽ നിന്ന് 3 ഡിഗ്രി വരെ താപനില ഇനിയും ഉയർന്നേക്കും. മലയോര മേഖലകൾ ഒഴികെയുള്ള ജില്ലകളിൽ വരും ദിവസങ്ങളിലും താപനില ഉയർന്നു നിൽക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. നിലവിലെ സാഹചര്യത്തിൽ രാവിലെ 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെ നേരിട്ട് വെയിൽ ഏൽക്കരുതെന്ന് നിർദ്ദേശമുണ്ട്. ചൂട് കൂടിയതോടെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗവും ഉയർന്നു. ചരിത്രത്തിലാദ്യമായി വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകത 5802 മെഗാവാട്ടായി ഉയർന്നു. 2024 മെയ് 2 രേഖപ്പെടുത്തിയ 5797 മെഗാവാട്ടാണ് മറികടന്നത്. വൈകുന്നേരങ്ങളിലെ വൈദ്യുതി ഉപയോഗം കുറയ്ക്കണമെന്ന് KSEB അഭ്യർത്ഥിച്ചു. അതേസമയം ചില ജില്ലകളിൽ ചൂടിന് ശമനം നൽകിക്കൊണ്ട് നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. 30-ാം തീയതി വരെയാണ് ഇടിമിന്നലോടുകൂടിയ നേരിയ മഴ പ്രവചിക്കുന്നത്. ഈ ജില്ലകളിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഹരിയാനയിൽ സീറ്റ് കോഴ ആരോപണം. രാഹുൽ ഗാന്ധിയുടെ വസതിക്ക് മുൻപിൽ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണി മുഴക്കി ഹരിയാന മുൻ മഹിളാ കോൺഗ്രസ് നേതാവിന്റെ ഭർത്താവ് ഗൗരവ് കുമാർ. KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെയാണ് ഗൗരവ് കുമാറിന്റെ ആരോപണം. അതേസമയം ആരോപണങ്ങളിൽ കഴമ്പില്ല എന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. ഹരിയാനയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കോൺഗ്രസ് നേതാക്കൾ പണം വാങ്ങിയെന്നാണ് ഗൗരവ് കുമാറിന്റെ ആരോപണം. മഹിളാ കോൺഗ്രസ് നേതാവായിരുന്ന ഭാര്യ സുചിത്രയ്ക്ക് ഭാവൽ മണ്ഡലത്തിൽ സീറ്റ് നൽകാമെന്ന് വാഗ്ദാനം നൽകിയ നേതാക്കൾക്ക് പണം നൽകി. എന്നാൽ സീറ്റ് ലഭിക്കാത്തതോടെ ഗൗരവ് കുമാർ പണം തിരികെ ചോദിച്ചു. കേസ് നൽകിയപ്പോൾ കുടുംബത്തെ വധിക്കുമെന്നാണ് ഭീഷണിയെന്നും ഗൗരവ് കുമാർ പറഞ്ഞു. पैसा सारा मेरे हाथ से ही जाता था. मैडम भी साथ होते थे कभी कभी. और मेनली जो है महेश कुमार जी है 10 जनपद में, शदाब खान है, उन्होंने 10 जनपद में पैसा लिया है. महेश कुमार जी ने 10 जनपद में भी लिया है और यहाँ पे हमारे घर आके भी लिया है. കോൺഗ്രസ് നേതാക്കളായ KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയ നേതാക്കൾക്കെതിരെയാണ് ആരോപണം. പണം നൽകുന്നതിന് കൊടിക്കുന്നിൽ സുരേഷ് വാട്സാപ്പിൽ ബാങ്ക് വിവരങ്ങൾ അയച്ചു നൽകിയതിന്റെ സ്ക്രീൻഷോട്ടുകളും ഗൗരവ് കുമാർ പുറത്തുവിട്ടിട്ടുണ്ട്. ഡൽഹിയിലെത്തിയ ഗൗരവ് കുമാർ രാഹുൽ ഗാന്ധിയുടെ വസതിക്ക് മുൻപിൽ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണി മുഴക്കിയിരുന്നു. തുടർന്ന് പോലീസ് എത്തി ഗൗരവിനെ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. ഗൗരവ് കുമാറിന്റെ ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ നിലപാട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.
ആലുവ എടയാർ വ്യവസായ മേഖലയിലെ കമ്പനിയിലുണ്ടായ തീപിടുത്തത്തിൽ ഒരാൾ മരിച്ചു. കമ്പനിയിലെ തൊഴിലാളിയായ ബീഹാർ സ്വദേശി ശത്രുഘ്നൻ മുഖിയാണ് മരിച്ചത്. ബോയിലറിലുണ്ടായ തീ കെടുത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. 6ഓളം ഫയർഫോഴ്സ് എത്തിയാണ് കമ്പനിയിലെ തീ കെടുത്തിയത്. രാവിലെ 9:30യോടെയാണ് അപകടമുണ്ടായത്. വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന CG ലൂബ്രിക്കൻസ് എന്ന കമ്പനിയിലായിരുന്നു തീപിടുത്തം. കരിയോയിൽ സംസ്കരണം നടത്തുന്നതാണ് കമ്പനി. ഇവിടുത്തെ ബോയിലറിലാണ് പൊട്ടിത്തെറി ഉണ്ടായത്. ആദ്യം ശബ്ദം കേട്ടത് ബോയിലർ പൊട്ടിയതാണ്. ഇവിടെ ആൾക്കാർ പറയുന്നത് മറ്റേ ബോയിലർ ഓഫ് ചെയ്യാൻ വേണ്ടി എന്താണെന്ന് പറഞ്ഞാൽ പൊട്ടിയപ്പോൾ അപ്പോഴാണ് മറ്റേ പൊട്ടിയപ്പോഴാണ് ഇവനവിടെ വീണെന്നാണ് പറഞ്ഞത്. ബോയിലറിലെ തീയണക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ജീവനക്കാരൻ അപകടത്തിൽപ്പെട്ടത്. പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലാണ് ജീവനക്കാരന്റെ മൃതദേഹം കണ്ടെത്തിയത്. കമ്പനിയിലെ തൊഴിലാളിയായ ബീഹാർ സ്വദേശി ശത്രുഘ്നൻ മുഖിയാണ് മരിച്ചത്. ഏലൂർ, ആലുവ, കടവന്ത്ര എന്നീ യൂണിറ്റുകളിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. അപ്പോൾ നമ്മൾ വന്നതിന് ശേഷം നമ്മൾ വന്നപ്പോൾ ഇവിടെ ഈ ഓയിലിൽ കൂടി തീ പടർന്നായിരുന്നു. ഇവർ ശേഖരിച്ച് വെച്ച ഒരു ബാരലുകളിൽ ഓയിലുകൾ റീസൈക്കിൾ കമ്പനി ഓയിൽ ശേഖരിച്ചിട്ടുണ്ട്. ആ ശേഖരിച്ച ഓയിലിൽ തീ പിടിച്ചത് നമ്മൾ ഫയർ സർവീസ് ഫോം ഉപയോഗിച്ചാണ്. ഒരു പതയുണ്ട് ഇതിന്. ഓയിലുകൾ ഉപയോഗിക്കുന്നത് പത ഉപയോഗിച്ചാണ്, സാധാരണ വെള്ളം ഉപയോഗിച്ചത്. അപ്പോൾ നമ്മുടെ ഒരു ഫയർ സ്റ്റേഷനിൽ ഈ ഫോമുകളുടെ അളവ് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ മറ്റ് ജില്ലയിലെ മറ്റ് ഫയർ സ്റ്റേഷനിലൊക്കെ വിളിച്ചിട്ട് 1 മണിക്കൂർ കൊണ്ട് തന്നെ തീ പെട്ടെന്ന് കെടുത്തി. കാരണം ഇത് എല്ലായിടത്തും കമ്പനികളാണ്, നഷ്ടം വലുതാണ്. അപ്പോൾ മറ്റ് കമ്പനികളെ രക്ഷിക്കാന്നുള്ള ഒരു ഉത്തരവാദിത്തം കൂടി നമുക്കുള്ളത്. അതുകൊണ്ട് 1 മണിക്കൂർ കൊണ്ട് തീ കെടുത്തിയിട്ടുണ്ട്. തീപിടുത്തത്തിൽ 6ഓളം ജീവനക്കാർക്കും പരിക്കേറ്റു. പരിക്കേറ്റവരുടെ നില ഗുരുതരമല്ല. ഇവരെ ഏലൂർ ESI ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അമൃത ന്യൂസ്, കൊച്ചി. ക്രിക്കറ്റ് ആവേശം വീണ്ടും തലസ്ഥാനത്തേക്ക് എത്തുന്നു. തിരുവനന്തപുരം കാര്യവട്ടം സ്റ്റേഡിയത്തിൽ രാജ്യാന്തര ഏകദിന മത്സരം സംഘടിപ്പിക്കുമെന്ന് BCCI അറിയിച്ചു. സെപ്റ്റംബറിൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് പരമ്പരയിലെ ആദ്യ ഏകദിനമാണ് കാര്യവട്ടം സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. ഇതടക്കം ഇന്ത്യൻ സീനിയർ പുരുഷ ടീമിന്റെ 2026-27 രാജ്യാന്തര ഹോം സീസണിലെ മത്സരക്രമങ്ങൾ BCCI പുറത്തുവിട്ടു. ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക.